ഭരണത്തലവനും എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പരാമർശിക്കാതെ ഒരു വാർത്താ ദിനം പോലും കടന്നു പോകാത്ത സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വിവരം ആണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ യാത്രാ വിമാനം മാറുകയാണ്. ഇനി പുതിയ യാത്രാ വിമാനത്തിലേക്ക്, അതായത് ഔദ്യോഗിക യാത്രാ വിമാനത്തിലേക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറുന്നു എന്നതാണ്. തീർച്ചയായും അമേരിക്ക എന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്നത് ആ നിലയിൽ ഉള്ള ജീവിത സൗകര്യങ്ങൾ ഉള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആഡംബരപൂർണമായ വാഹനം തന്നെയാണ്, അതായത് വിമാനം തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രൈവറ്റ് വാഹനം പോലും, അതായത് പ്രൈവറ്റ് വിമാനം പോലും അത്രമേൽ ആഡംബരം നിറഞ്ഞ ഒരു വാഹനം ആണ് എന്നതാണ്. ഇപ്പോഴിതാ ആ വാഹനത്തിൽ മാറ്റമുണ്ടാകുന്നു. ആ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനം അറിയപ്പെടുന്നത് തന്നെ എയർഫോഴ്സ് 1 എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എപ്പോഴാണോ പ്രസിഡന്റ് ഈ വാഹനത്തിൽ പ്രവേശിക്കുന്നത് ആ ഘട്ടം മുതൽ ഒഫീഷ്യലി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എയർഫോഴ്സ് 1 എന്നതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക യാത്രാ വിമാനം. അമേരിക്കയുടെ പ്രസിഡന്റ് ആരായാലും അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന യാത്രാ വിമാനത്തിന് എയർഫോഴ്സ് 1 എന്നാണ് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള എയർഫോഴ്സ് 1 ആണ് ഇനി മാറാൻ പോകുന്നത്. അക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നതാണ്. എന്നാൽ ഈ ഔദ്യോഗിക വാഹനത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട് എന്നതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, ഇപ്പോൾ തന്നെ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുകയല്ല, മറിച്ച് അമേരിക്കയാണ് പിന്തുണയ്ക്കുന്നത് എന്നത് നമുക്കറിയാം. ഇതാ ഈ വിമാനം ഖത്തർ ഭരണകൂടം ആണ് അമേരിക്കൻ പ്രസിഡന്റിന് നൽകിയത് എന്നതാണ്. അതൊരു സമ്മാനം എന്ന നിലയിൽ നൽകിയിട്ടുള്ള വിമാനം ആണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇത്തരം അത്യാഡംബര വിമാനങ്ങൾ ബോയിങ് വിഭാഗത്തിലാണ് പെട്ടിട്ടുള്ളത് എന്നത് നമുക്കറിയാം. ബോയിങ് 747-8 ജെറ്റ് വിമാനം എന്നതാണ് ഈ അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയ ഒരു കൊട്ടാരം, അതായത് സഞ്ചരിക്കുന്ന കൊട്ടാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആകാശ കൊട്ടാരം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഖത്തർ ഭരണകൂടം സമ്മാനമായി നൽകിയിട്ടുള്ള വിമാനമാണിത് എന്നതാണ്. ഇനി ഈ വിമാനത്തിൻ്റെ വില കേൾക്കുമ്പോഴാണ് ആ സമ്മാനം എത്രത്തോളം വിലപിടിപ്പുള്ളതാണ് എന്നത് എടുത്തു പറയേണ്ടത്. ഏകദേശം 3300 കോടിയിലധികം വില വരുന്ന വിമാനമാണ് ഖത്തർ സമ്മാനമായി നൽകിയത് എന്നതാണ്. ആ വിമാനത്തിൽ വലിയ മാറ്റങ്ങളൊന്നും അമേരിക്കൻ സേന നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇത്രമേൽ ആഡംബരപൂർണമായ ഒരു വിമാനം അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുമ്പോൾ അത് അമേരിക്കയിൽ ചില വിമർശനങ്ങൾക്ക് കൂടി വഴിവെച്ചിട്ടുണ്ട്. അക്കാര്യം കൂടി പറഞ്ഞു പോകാതെ വയ്യ. സാധാരണ അമേരിക്കയിലെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സൗജന്യങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ സ്വീകരിക്കുമ്പോൾ അതിന് ചില ലിമിറ്റുകൾ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. വലിയ തുക വരുന്ന സമ്മാനങ്ങൾ കൈപ്പറ്റുമ്പോൾ അതിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ആവശ്യമാണ് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഖത്തറിൽ നിന്ന് ഇത്തരത്തിലൊരു വലിയ സമ്മാനം സ്വീകരിക്കുമ്പോൾ അവിടെ ചട്ടലംഘനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്ന വിമർശനം ഒരു ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായി നേരിടുകയാണ്. പക്ഷേ ട്രംപ് ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം പറയുന്നത്, ഇത്രമേൽ വിലപിടിച്ച ഒരു സമ്മാനം ലഭിക്കുമ്പോൾ എന്തിനാണ് അത് തള്ളിക്കളയേണ്ടത്? അതായത് ഇങ്ങനെയൊരു വിമാനം അമേരിക്കയ്ക്ക് തയ്യാറാക്കി എടുക്കണമെങ്കിലോ അത് വാങ്ങിക്കണമെങ്കിലോ 3300 കോടി രൂപ ചെലവാക്കണം. അപ്പോൾ അത്രയും വിലയുള്ള ഒരു സമ്മാനം താൻ എന്തിന് നിരസിക്കണമെന്ന് ആണ് അമേരിക്കൻ പ്രസിഡന്റ് മറു ചോദ്യമായി ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് എന്നതാണ്. ഇനി നമ്മൾ ആ വിമാനത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ പ്രത്യേകതകളിലേക്ക് പോകുമ്പോൾ, ഞാൻ സൂചിപ്പിച്ചു, ഇതൊരു ആകാശ കൊട്ടാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വിമാനമാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ലിവിംഗ് റൂം ആണ്, ലിവിംഗ് റൂമുകൾ ആണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സാധാരണ യാത്രാ വിമാനങ്ങൾ പോലെ നിറയെ സീറ്റുകൾ ഉള്ള ഒന്നല്ല, മറിച്ച് ഈ വിമാനത്തിനകത്ത് തന്നെ പ്രത്യേകമായ മുറികൾ ക്രമീകരിച്ചിരിക്കുന്നു, ഹാളുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ആണ് ഉള്ളത്. അതിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ലിവിംഗ് റൂമുകൾ ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തുകൽ സീറ്റുകൾ ആണ്, തടിയിൽ തീർത്തിട്ടുള്ള ഇൻറ്റീരിയർ ആണ് എന്നതാണ് ഇതിൻ്റെ, അതായത് ഈ വിമാനത്തിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ലിവിംഗ് സംവിധാനങ്ങളും ഒക്കെയാണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി പരമ്പരാഗതമായി അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എയർഫോഴ്സ് 1 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വിമാനത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് നമുക്കറിയാം, ചില രാജ്യങ്ങളുടെ അടയാളപ്പെടുത്തലുകളായി അത് മാറാറുണ്ട് എന്നതൊക്കെ. സാധാരണ നിലയിൽ ഇത്തരം വിമാനങ്ങൾ ഇളം നീല നിറം, അതിന് റോബിൻസ് എഗ് ബ്ലൂ,
ആണ് ഉപയോഗിക്കാറുള്ളത് എന്നതാണ്. പക്ഷേ ഈ വിമാനത്തിൽ അത് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനു പകരം വെള്ള, ചുവപ്പ്, കടുംനീല നിറങ്ങൾ ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ വിമാനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അമേരിക്കൻ ഫ്ലാഗുമായി ബന്ധപ്പെട്ട കോമ്പിനേഷൻ ആണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റിന് ഡൊണാൾഡ് ട്രംപിന് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ് ഈ നിറം എന്നുകൂടിയൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു പ്രകടമായ മാറ്റം ഇവിടെയുണ്ട് എന്നതാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് നിലവിലെ ഈ പ്രസിഡൻഷ്യൽ വിമാനത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന സൗകര്യങ്ങൾ എന്തായിരുന്നോ പ്രസിഡന്റിന് ലഭിച്ചിരുന്നത് ആ വിമാനത്തിൽ ഇതുവരെയും എങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം വരുന്ന സൗകര്യങ്ങൾ ആണ് ഇപ്പോഴത്തെ വിമാനത്തിലുള്ളത്. അത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അടക്കം ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വിശാലമായ സൗകര്യങ്ങളോടുകൂടിയ ഒരു വിമാനം മാത്രമല്ല, ഇനിയിപ്പോൾ അതിൻ്റെ ഉൾവശത്തിലേക്ക് കടക്കുമ്പോൾ പ്രസിഡന്റിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു പ്രൈവറ്റ് സ്യൂട്ട് അതിൽ ഉണ്ട് എന്നതാണ്. അതായത് നമുക്കറിയാം ഈ ലക്ഷറി ഹോട്ടലുകളിൽ ഒക്കെ ലഭിക്കുന്നത് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ലക്ഷറി പ്രൈവറ്റ് സ്യൂട്ട് ഉണ്ട് എന്നതാണ്. മറ്റൊന്ന് കോൺഫറൻസ് ഏരിയകൾ ഉണ്ട് എന്നതാണ്. 2 വലിയ ഗാലറി, അത് ഭക്ഷണശാല കൂടിയാണ് എന്നതാണ്. നമുക്കറിയാം ഒരു പ്രസിഡന്റിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ ആ യാത്രയിൽ ആരൊക്കെ പങ്കാളികളാകും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ വലിയ മീറ്റിങ്ങുകൾ, നയതന്ത്ര ചർച്ചകൾക്ക് പോലും സാന്നിധ്യം വഹിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ വിമാനയാത്രകൾ. മണിക്കൂറുകൾ നീളുന്ന വിമാനയാത്രകളൊക്കെയാണ് ഈ പ്രസിഡന്റ് നടത്തുന്നത് എന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം നമുക്കറിയാം വിദേശയാത്രയൊക്കെ നടത്തുമ്പോൾ അവിടുത്തെ ടൈം, നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് ആ രാജ്യത്തെ ടൈമും നമ്മുടെ രാജ്യത്തെ സമയവും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടാകും. മണിക്കൂറുകൾ നീളുന്ന യാത്രയാണ്. അതിനിടെ ഒട്ടേറെ പേപ്പറുകൾ, ഫയലുകളൊക്കെ പരിശോധിക്കാൻ സൗകര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ അത്യാധുനിക കോൺഫറൻസ് റൂമുകൾ ഈ വിമാനത്തിലും ക്രമീകരിച്ചിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ദേശീയ സുരക്ഷാ യോഗം, അതായത് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ യോഗങ്ങൾ പോലും ഈ വിമാനത്തിനുള്ളിൽ വെച്ച് ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. നയതന്ത്ര ചർച്ചകൾക്ക് വേണ്ടി ഈ വിമാനത്തിൻ്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വലിയ ടെലിവിഷൻ സ്ക്രീനുകൾ ഉൾപ്പെടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ത് എന്നതൊക്കെ മോണിറ്റർ ചെയ്യാനും വിവരിക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നതാണ്. മറ്റൊന്ന് പ്രസ് ക്യാബിൻ്റെ വിശാലതയാണ്. മാധ്യമപ്രവർത്തകർക്ക് അടക്കം വിശാലമായ ഹാൾ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ അതും എടുത്തു പറയേണ്ട ഒന്നാണ്. നമ്മൾ ഈ ലോക നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പല ലോക നേതാക്കളും, ലോകം അറിയപ്പെടുന്ന നേതാക്കളാണ് എങ്കിൽ പോലും അവരുടെ പ്രത്യേകത പല രാജ്യങ്ങളുടെയും പാർലമെൻറ്റ് മന്ദിരങ്ങൾ പോലും ചെറുതാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. പലപ്പോഴും മുഴുവൻ അംഗങ്ങൾക്കും ഇരിപ്പിടങ്ങളില്ലാത്ത പാർലമെൻറ്റ് മന്ദിരങ്ങൾ പോലും ലോകത്തുണ്ട് എന്നതുകൂടിയാണ് എടുത്ത് ചേർത്ത് വെക്കേണ്ടത്. മുഴുവൻ അംഗങ്ങളും ഹാജരായാൽ അവർക്ക് ഇരിപ്പിടങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരമൊക്കെ അത്രമേൽ വിശാലമാണ്. കേരളത്തിൻ്റെ നിയമസഭ പോലും ഒരു പാർലമെൻറ്റ് സമ്മേളനം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള വലിയ നിയമസഭാ മന്ദിരമാണ്. അപ്പോൾ ഈ വിമാനത്തിലേക്ക് വരുമ്പോൾ മാധ്യമപ്രവർത്തകർക്കടക്കം വിശാലമായ ക്യാബിനുകൾ ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെ സൗകര്യമുള്ള തരത്തിൽ ലോ ഫ്ലാറ്റ് സീറ്റുകൾ അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങൾ നൽകേണ്ട നേതാവ്, ആ നേതാവാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. ഇപ്പോൾ അത് ട്രംപാണ്, വരും കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർ ആകാം. അപ്പോഴും ഏറ്റവും ആധുനികമായ സുരക്ഷയാണ് ഈ വിമാനത്തിൽ ഉള്ളത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിൽ തന്നെ ഡോക്ടറുടെ സേവനം എപ്പോഴൊക്കെ പ്രസിഡന്റ് യാത്ര നടത്തുമോ എന്നുണ്ടോ ഈ വിമാനത്തിൽ, അപ്പോഴെല്ലാം ഒരു മെഡിക്കൽ സംഘം ഈ വിമാനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് ചെറിയൊരു സംവിധാനമല്ല, മറിച്ച് അടിയന്തിരമായി ഒരു ശസ്ത്രക്രിയ, ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നാൽ, ഒരു വൈദ്യസഹായത്തിൻ്റെ ഭാഗമായി ഒരു സർജറി ആവശ്യമായി വന്നാൽ അതിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വിമാനം ആണ് ഇനി ട്രംപ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതാണ്. അത്രമേൽ വിപുലമായ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഉണ്ട് വിമാനത്തിൽ. അതായത് യാത്രക്കിടയിൽ അല്ലെങ്കിൽ മറ്റ് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടാൽ വളരെ കൃത്യമായി എല്ലാ തരത്തിലുമുള്ള അപകട സാധ്യതകളും ഒഴിവാക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണുള്ളത്. മറ്റൊന്ന് ഉയർന്ന ഇന്ധനശേഷി എന്നതാണ്. നമുക്കറിയാം ഈ പല സാഹചര്യങ്ങളിലും പല വിമാനത്താവളങ്ങളിലുമൊക്കെ വിമാനങ്ങൾ ഇറക്കാൻ പറ്റാതെ വരിക, വിമാനങ്ങൾ കൂടുതൽ നേരം ഫ്ലൈ ചെയ്യുക, മറ്റു വിമാനത്താവളങ്ങളിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആണ് ഈ ഇന്ധനശേഷി എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ആ ഇന്ധനശേഷി, ഏറ്റവും കൂടുതൽ ഇന്ധനശേഷി എന്ന നിലയിൽ ഉള്ള വിമാനം കൂടിയാണ് ഇപ്പോൾ ട്രംപ് ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ലോകം കാത്തിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ഈ അമേരിക്കയുടെ 250-ാം പിറന്നാൾ ദിനത്തിൽ
ഔദ്യോഗികമായി ഈ വാഹനത്തിൽ യാത്ര ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾക്ക് ട്രംപ് മറുപടി നൽകുന്നത് ഇത്രയും ആഡംബരത്തോടു കൂടിയ പുതിയ വിമാനമൊക്കെ ലഭിക്കാൻ ഇനി കാലതാമസമുണ്ടാകും, അതുകൊണ്ടുകൂടിയാണ് ഖത്തർ സമ്മാനമായി നൽകിയ ഈ വിമാനം താൻ ഔദ്യോഗികമായി ഉപയോഗിക്കാൻ പോകുന്നത്, അതിൽ യാത്ര ആരംഭിക്കുന്നത് എന്നതുകൂടിയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന മറുപടി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.